ഹലോ സ്റ്റുഡൻസ്, IIT ജാമിൻ്റെ റീക്യാപ്പ് സീരീസ് ആണിത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഈ റീക്യാപ്പ് സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമർ എന്ന കൺസെപ്റ്റാണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ കിട്ടാൻ വേണ്ടി താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ലെക്ചർ നോട്ട്സിനും ക്ലാസിൻ്റെ അപ്ഡേറ്റ്സിനും നമ്മളെ ഒരു ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് അല്ലേ. സോ ബേസിക്കലി ഇതിൽ നമ്മൾ ഏതൊക്കെ ഉണ്ടായാലും നമ്മളെ ഒപ്റ്റിക്കൽ ഐസോമർ പ്ലസ് ജോമെട്രിക്കൽ ഐസോമർ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ ഐസോമർസ് അല്ലേ. ഒപ്റ്റിക്കൽ ഐസോമർ ഉണ്ടെങ്കിൽ അതിന് കാണിക്കണം, അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെങ്കിലും കൗണ്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കാം. സോ രണ്ട് കേസായിട്ടാണ് നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസാണ് ബേസിക്കലി അൺസിമെട്രിക്കൽ കോമ്പൗണ്ട് വരുമ്പോൾ അല്ലേ. അൺസിമെട്രിക് കോമ്പൗണ്ട് ബേസിക്കലി നമുക്കറിയാം പ്ലെയിനോ സിമെട്രി അല്ലെങ്കിൽ സെൻട്രോ സിമെട്രി എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നിങ്ങളെ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം അല്ലെ SI എത്ര ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾ വേറെ 2n എന്ന് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. വേറെ N ഈസ് ഈക്വൽ ടു എന്തായിരിക്കാം, നമ്പർ ഓഫ് കൈറാൽ സെൻറ്റർ ആയിരിക്കാം. കൈറാൽ സെൻറ്റർ നിങ്ങൾക്ക് അറിയാം എന്താ, 1 ആറ്റം sp3 കാർബൺ വിത്ത് ഡിഫറെൻറ്റ് 4 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയ സ്പീഷീസ് ആണ്. എന്ത് ചെയ്യുക, sp3 കാർബൺ അല്ലെങ്കിൽ sp3 നൈട്രജൻ, അതിനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൈറാൽ സെൻറ്റർ. നോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്ത് നമ്പർ ഓഫ് കൈറാൽ ആക്സിസ് ആകാം. നമ്മൾ കൈറാൽ ആക്സിസ് നമുക്ക് ഏതാ, സ്പൈറോ കോമ്പൗണ്ട് അല്ലീൻ സിസ്റ്റത്തിലും ബൈഫിനയിലൊക്കെ എന്താ കൈറാൽ ആക്സിസിൻ്റെ പ്രസൻസിലാണ് എന്ത്, ബിക്കോസ് അത് കൈറാലിറ്റി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഡബിൾ ബോണ്ട് വിച്ച് ഷോ ദി ജിയോമെട്രിക്കൽ ഐസോമറിസം. അങ്ങനെ ആയിരിക്കാം നിങ്ങൾ N. ഈ മൂന്ന് രീതിയിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ N. ഓക്കെ, നോ നിങ്ങളോട് ചോദിച്ചു വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട്, എത്ര ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ടാവും ഇതേ അൺസിമെട്രിക് കോമ്പൗണ്ടിൽ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു നിങ്ങളെ സ്റ്റീരിയോ ഐസോമർ, ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 2n. ഇനി നിങ്ങളോട് വെച്ചു എത്ര ഇനാൻഷ്യോമർ പെയർ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കറിയാം ഒപ്റ്റിക്കലി ആക്റ്റീവായ കോമ്പൗണ്ട്സിനല്ല ഇനാൻഷ്യോമർ പെയർ ഉണ്ടാവില്ലേ. സോ ഒരു ഒപ്റ്റിക്കൽ ആക്റ്റീവായ കോമ്പൗണ്ട്സ് ഡിവൈഡ് ബൈ 2 കിട്ടിയാൽ മതി, നമുക്ക് എന്തോ ഇനാൻഷ്യോമർ പെയർ കിട്ടും. ദാറ്റ് മീൻസ് 2n ബൈ n ഡിവൈഡ് ബൈ എന്ത് 2 ചെയ്ത് കഴിഞ്ഞാൽ n ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 2n-1 ഈ ഒരു ഫോർമുല കിട്ടും. എന്ത് കാണാൻ, ഇനാൻഷ്യോമർ പെയർ കാണാൻ. സോ ഗൈസ്, അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കാം. ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു. സോ ഡെഫിനറ്റ്ലി യു വിൽ ഫൈൻഡ് ഔട്ട്, യു നോ ദാറ്റ് ഇസ് എ unsymmetrical compound. How many chiral center? This is a one center അല്ലേ. This is one chiral center, this also one chiral center. So n ന്റെ വാല്യൂ ഇവിടെ എന്താണ്, 2 അല്ലേ. ഇവിടെ എന്താ chiral center അല്ലേ. So n ന്റെ വാല്യൂ 2 and we know that unsymmetrical compound ആണ്. സ്റ്റീരിയോ ഐസോമർ കാണാൻ, ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ കാണാൻ ലൊക്കേഷൻ എന്താ, 2n. that means 2 അല്ലേ. that means 4 സ്റ്റീരിയോ ഐസോമർ കിട്ടും നിങ്ങൾക്ക്. ഇനി നിങ്ങളോട് ചോദിച്ചു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു സ്റ്റീരിയോ ഐസോമർ, ദാറ്റ് ഈസ് 2n. that means 2 is equal to 4 അല്ലേ. മീൻസ് സ്റ്റീരിയോ ഐസോമർ ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് എന്തെങ്കിലും സെയിം ആയിരിക്കും അൺസിമെട്രിക്കൽ കോമ്പൗണ്ടിൽ. നിങ്ങളോട് ഇനാൻഷ്യോമറി പെയർ ചോദിച്ചില്ല, ഇനാൻഷ്യോമറി പെയർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, 2 ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ഡിവൈഡ് ബൈ 2 അല്ലേ. ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് നമുക്ക് 4 ആണ്. സോ 4/2 ദാറ്റ് മീൻസ് 2 ഇനാൻഷ്യോമറി പെയർ ഉണ്ടായിരിക്കും ഈ മോളിക്യൂളിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇറ്റ്സ് അൺസിമെട്രിക്കൽ കോമ്പൗണ്ട്, പിയോസ് പ്രസന്റ് അല്ല അതിൽ, അത് സിയോസും പ്രസന്റ് അല്ല, അൺസിമെട്രിക്കൽ ആണ്. പ്ലെയിനോ സിമെട്രി സെൻട്രോ സിമെട്രി ഇല്ല അതിൽ. നോക്ക് കൈറാൽ സെൻ, ദിസ് ഈസ് 1 കൈറാൽ സെൻ, ദിസ് ഈസ് അനദർ കൈറാൽ സെൻ. സോ n ന്റെ വാല്യൂ എന്തോ 2 കിട്ടി. നിങ്ങളോട് ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ ചോദിച്ചു കഴിഞ്ഞാൽ SI is equal to 2n, that is 2 is equal to 4. നിങ്ങളോട് ഒപ്റ്റിക്കൽ ഐസോമറിസം അല്ല ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ചോദിച്ചാൽ അഗൈൻ ഇതെന്തായിരിക്കും, സ്റ്റീരിയോ ഐസോമറിസിന് ഈക്വൽ ആയിരിക്കും, ദാറ്റ് ഈസ് 4. നിങ്ങളോട് ഇനാൻഷ്യോമറി പെയർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും, നമുക്കറിയാം ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സിന്റെ പെയർ ആണെന്ന് ബേസിക്കലി ഇനാൻഷ്യോമറി പെയർ. നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 4 ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റീരിയോ ഐസോമർ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അതിന്റെ പെയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഡിവൈഡ് ബൈ 2 ദാറ്റ് മീൻസ് 4/2 ദാറ്റ് മീൻസ് 2 ഇനാൻഷ്യോമറി പെയർ നിങ്ങൾക്ക് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് 4. 2 ഇനാൻഷ്യോമറി പെയർ മീൻസ് എന്താ, 4 സ്റ്റീരിയോ ഐസോമർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എഗെയിൻ നോക്കി ഈ കോമ്പൗണ്ട് നോക്കി, ഇതിൽ എന്തല്ല, പ്ലെയിനോ സിമെട്രി ഇല്ല, സെൻട്രോ സിമെട്രി ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം പ്ലെയിനോ സിമെട്രി സെൻട്രോ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഓൾസോ ദിസ് ഈസ് 1 കൈറാൽ സെന്റർ, ദിസ് സെക്കൻഡ് വൺ, ദിസ് തേർഡ് ആൻഡ് 4 കൈറാൽ സെന്ററിൻ്റെ അവിടെ 4 കൈറാൽ സെന്റർ. സോ n ന്റെ വാല്യൂ 4. സ്റ്റീരിയോ ഐസോമറിസം ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം ചോദിച്ചാൽ എന്താ, 2n, ദാറ്റ് മീൻസ് 2/4 ദാറ്റ് മീൻസ് 16 ഐസോമറിസം കിട്ടും നിങ്ങൾക്ക് ഇവിടെ. 16 ഐസോമറും കിട്ടും അല്ലേ. നിങ്ങൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ചോദിച്ചാൽ അഗൈൻ ഈസ് ഈക്വൽ ടു സ്റ്റീരിയോ ഐസോമർ, ദാറ്റ് ഈസ് 16. ഇനാൻഷ്യോമറിക് പെയർ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇതാ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ 2 ദാറ്റ് മീൻസ് 16/2, 8 ഇനാൻഷ്യോമറിക് പെയർ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഈ മോളിക്യൂളിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് കേസ്, ദാറ്റ് ഈസ് സിമെട്രിക്കൽ കോമ്പൗണ്ട് വരാം അല്ല. സിമെട്രിക്കൽ കോമ്പൗണ്ടിൽ എന്താ, ഒന്നുകിൽ പിയോസോ അല്ലെങ്കിൽ സിയോസോ പ്രസന്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രസന്റ് ആയതോ അല്ല, അല്ലെങ്കിൽ 2 പ്രസന്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് പ്രസന്റ് ആയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സിമെട്രിക്കൽ കോമ്പൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ. ഈ സിമെട്രിക്കൽ കോമ്പൗണ്ട് നമ്മൾ കേസ് കൊണ്ട് ആദ്യത്തെ കേസ് എടുക്കുന്നുണ്ട് വെൻ n ന്റെ വാല്യൂ ഈവൻ നമ്പർ വരാം അല്ല, n ന്റെ വാല്യൂ ഈവൻ വരാം.
ഓക്കെ, അങ്ങനത്തെ കേസിൽ നമുക്കറിയാം ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ കാണാനുള്ള ഇക്വേഷന് ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ ഇസ് ഈക്വൽ ടു 2n-1 plus 2n/2 - 1. That means 2n-1 നമ്മൾ വിളിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്, 2n/2 - 1 നമ്മൾ വിളിക്കും നമ്മൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്, അല്ലെങ്കിൽ വിളിക്കും ഇതിന് സിംപ്ലി മീസോ കോമ്പൗണ്ട്, മീസോ. സോ ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ എന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്ലസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ദാറ്റ് മീൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് മീൻസ് മീസോ കോമ്പൗണ്ട്. ഇതിന്റെ കോമ്പിനേഷൻ സം ആയിരിക്കും ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം. മീസോ കോമ്പൗണ്ട് മാത്രം ചോദിച്ചാൽ എന്താ ഈ ഇതിനെ മാത്രം ഇങ്ങോട്ട് എടുത്തിടാം 2n/2 - 1 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മീസോ കോമ്പൗണ്ട് കിട്ടും. ദാറ്റ് മീൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. മീസോ കോമ്പൗണ്ട് നമുക്ക് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിച്ചു അഗൈൻ ഇനാൻഷ്യോമറി പെയർ ചോദിച്ചു. ഇനാൻഷ്യോമറി പെയർ കാണാൻ നമുക്കറിയാം ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ 2 അതി അല്ലെ. നമ്മൾ ഇക്വേഷൻ പ്രകാരം ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിന്റെ ഇക്വേഷൻ പ്രകാരം ഒപ്റ്റിക്കലി ആക്റ്റീവിന്റെ പാർട്ട് ഇതായിരുന്നു വന്നിന് 2n-1. സോ ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 2 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2n-2. നമ്മൾ എന്ത് കിട്ടും? ഇനാൻഷ്യോമറി പെയർസും കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഈ മോളിക്യൂൾ കണ്ടാൽ നമുക്ക് സിമെട്രിക്കൽ കോമ്പൗണ്ട് ബിക്കോസ് എന്താ ഇതിൽ എന്താ പ്ലെയിനോ സിമെട്രി പ്രസന്റ് ആണ്. സോ സിമെട്രിക്കൽ കോമ്പൗണ്ട് കാറ്റഗറിയിൽ വന്നു. നോക്കൂ, വി ഹാവ് 1 കൈറൽ സെന്റർ ഹിയർ, അനദർ കൈറൽ സെന്റർ. സോ എന്നിന്റെ വാല്യൂ എന്ത് വന്നു? 2 വന്നു. ഇനി നിങ്ങളോട് ചോദിക്കണം എന്താ ഫസ്റ്റ് ചോദിക്കണം എന്താ ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ അല്ലെ. ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ ചോദിച്ചു. ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ നമുക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്ലസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്, ദാറ്റ് ഈസ് മീസോ അല്ലെ, മീസോ. ഒപ്റ്റിക്കലി ആക്റ്റീവിന്റെ കാണിക്കേഷൻ 2n-1, ഒപ്റ്റിക്കലി ഇനാക്റ്റീവിന്റെ എന്തായിരുന്നു? 2n-, ഇതല്ലായിരുന്നു നമ്മളെ അല്ലെ. സോ 2n വാല്യൂ നമുക്ക് 2 - 1 പ്ലസ് 2 - 1. സോ ഇതിൽ 2 പ്ലസ് 2 അല്ലെ. 1 - 1 മീൻസ് 0. ദാറ്റ് മീൻസ് 2 + 1. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് 3 ഈസ് ദ കറക്റ്റ് ആൻസർ. 3 നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ കിട്ടും. നിങ്ങളോട് ഞാൻ അടുത്ത് ചോദിച്ചു മീസോ കോമ്പൗണ്ട് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മീസോ അല്ലെ. മീസോന്റെ ഇക്വേഷൻ 2n-1. ദാറ്റ് മീൻസ് മീസോ ഓർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. സോ ദാറ്റ് മീൻസ് 2 - 1. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് 1 കോമ്പൗണ്ട് കിട്ടി. ഇനി നിങ്ങൾ ചോദിച്ചു ഇനാൻഷ്യോമറി പെയർ ചോദിച്ചില്ല. ഇനാൻഷ്യോമറി പെയർ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ 2 അല്ലെ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ 2 നിങ്ങൾ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം ഇതാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്റ്റീവിന്റെ പാർട്ട് ഇതാണ്. ദിസ് ഈസ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്റ്റീവ്, നമ്മൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരുന്നു. ഒപ്റ്റിക്കൽ ആക്റ്റീവ് നമുക്കറിയാം ബേസിക്കലി ഇപ്പോൾ എന്തോ 2n-1 അല്ലെ -1/2. ദാറ്റ് മീൻസ് നിങ്ങൾക്കറിയാം ദിസ് പാർട്ട് 2/2 അല്ലെ. ഇതായിരുന്നു നമ്മൾ എന്താ ഇനാൻഷ്യോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്. ദാറ്റ് മീൻസ് 2/2. ദിസ് മീൻസ് യു ഗെറ്റ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഇനാൻഷ്യോമറി പെയർ നോക്കുമ്പോൾ നമുക്ക് കിട്ടും 1 കിട്ടും. ഓക്കെ, നോക്കൂ ഇതാണ് 4 ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ നമുക്ക് എത്ര കിട്ടുന്നത്? 3 കിട്ടുന്നത്. ആ 3യിൽ നോക്കൂ ബേസിക്കലി നിങ്ങൾ കണ്ടറിയാം ഈ ഒരു ഇതെന്താ ബേസിക്കലി 1 ഇനാൻഷ്യോമർ അല്ലെ. ഇതൊരു 1 ഇനാൻഷ്യോമറി പെയർ ആണ്. നോക്കൂ ബിക്കോസ് ദ മിറർ ഇമേജസ് ആർ നോട്ട് സൂപ്പർ ഇംപ്ലോസ് നേച്ചർ. ഈ രണ്ട് കോമ്പൗണ്ട് നോക്കൂ, ഈ രണ്ട് കോമ്പൗണ്ട് ബേസിക്കലി എന്താ ബേസിക്കലി ദേ ആർ സെയിം ആണ് അല്ലെ, ഐഡന്റിക്കൽ ആണ്. വൈറ്റ് ഈസ് ഐഡന്റിക്കൽ. നോക്കൂ ഇതിന് ഈവൻ ദോ ഇറ്റ് ഈസ് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് അല്ലെ. മിറർ ഇമേജസ് ആണ്. പക്ഷേ നിങ്ങൾ ഇതിന് 180 ഡിഗ്രി തിരിച്ചിട്ട് ഇതിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചറിൽ നിങ്ങൾക്ക് ഇനി പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗ്രൂപ്പ് എന്താ ഇങ്ങോട്ട് വരും, ഈ ഗ്രൂപ്പ് ഇങ്ങോട്ട് വരും അല്ലെ, ഈ ഗ്രൂപ്പുകൾ എന്താ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഇതിന് നേരെ ഇതിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ഇമ്പോസിബിൾ കിട്ടും. സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് എന്ന ബേസിക്കലി ആർ ഐഡന്റിക്കൽ മോളിക്യൂൾ. സോ ദീസ് 2 മോളിക്യൂൾ എന്ന ഐഡന്റിക്കൽ ആണ്. ആൻഡ് ഓൾസോ ദിസ് മോളിക്യൂൾ നമുക്ക് പ്ലെയിനോ സിമെട്രി പ്രസന്റ് ആണ്. ദാറ്റ് ഈസ് മീസോ കോമ്പൗണ്ട് ആണ് അല്ലെ. സോ മീസോ കോമ്പൗണ്ടും അതിന്റെ മിറർ ഇമേജ് എന്ന ബേസിക്കലി മക്കളെ സൂപ്പർ ഇമ്പോസിബിൾ നേച്ചർ ആയതിനാൽ അവർ ഐഡന്റിക്കൽ ആയിരിക്കും. സോ ദീസ് 2 കോമ്പൗണ്ട് ബേസിക്കലി സെയിം, only 1 molecule ആണ്. അപ്പോൾ 1 molecule from here and these 2 enantiomer pair. So that means ടോട്ടലി നിങ്ങൾക്ക് എന്ത് കിട്ടി? 3 എന്ത് ചെയ്യുക ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസ് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ് നോക്കുക. അഗൈൻ ദിസ് ക്വസ്റ്റ് നോക്കൂ, ഇസ് സിമെട്രിക്കൽ മോളിക്യൂൾ അല്ലേ. ഇതിലൊന്നുണ്ട് പ്ലെയിനോ സിമെട്രി ഉണ്ട് അല്ലേ. നോക്കൂ സിമെട്രിക്കൽ ഈ മോളിക്യൂൾ നിങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കൂ സെയിം ഗ്രൂപ്പുകൾ, ഇവിടെ എന്താ സെയിം ഗ്രൂപ്പ് അല്ലേ, പ്ലെയിനോ സിമെട്രി ഉണ്ട്. ആൻഡ് എന്നിന്റെ വാല്യൂ നമുക്കറിയാം എന്താ 2 ആയിരിക്കും. ബിക്കോസ് എന്നിന്റെ വാല്യൂ വൈ 2 ബിക്കോസ് ദിസ് ഈസ് 1 കൈറൽ സെന്റർ, ദിസ് 1 കൈറൽ സെന്റർ. അഗൈൻ അപ്പോൾ എന്ത് ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്ലസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അല്ലേ. 2n-2 പ്ലസ് 2n-2 - 1. സോ അഗൈൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആൻസർ 2 - 1. ദിസ് ഈസ് 2 പ്ലസ് ആൻഡ് 1 വിൽ ഗെറ്റ് 3 കിട്ടി. ഓക്കെ, നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റനാ അല്ലെ. ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസ് ചോദിച്ചു. ഇനി നിങ്ങളോട് ചോദിച്ചു ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അല്ലെങ്കിൽ മീസോ കോമ്പൗണ്ട് എത്ര ഉണ്ടോ ചോദിച്ചാൽ നമുക്കറിയാം ഇതാണ് നമ്മൾ മീസോ കോമ്പൗണ്ട് അല്ലേ. ബേസിക്കലി 2n2 - 1. ദാറ്റ് മീൻസ് 2 - 1 വിൽ ഗെറ്റ് 1. ഇനാൻഷ്യോമറി പെയർ ചോദിച്ചാൽ നമുക്കറിയാം ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ ഇതാണ് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവിന്റെ പാർട്ട്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ 2 ദാറ്റ് മീൻസ് 2/2 അല്ലെ. 2/2 മീൻസ് 1 ഇനാൻഷ്യോമറി പെയർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നോക്കാം അടുത്ത കേസ് നോക്കാം. കേസ് 2 വെൻ എന്നിന്റെ വാല്യൂ ഓഡ് വരുമ്പോൾ എന്താ നോക്കാം. സോ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറൈസേഷൻ എന്തായിരിക്കും 2n-1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് ഞാനൊരു പ്ലസ് മൈനസിന്റെ ഒരു അഡീഷൻ ചെയ്യാൻ പോണ്. 2n-1/2 ഞാൻ മൈനസ് ചെയ്തു, എന്നിട്ട് 2n-1/2 ആഡ് ചെയ്തു. അപ്പോൾ അഗൈൻ എനിക്ക് ഈ സാധനം തന്നെ കിട്ടുക അല്ലേ. സോ ഈ ഒരു പോർഷൻ ഞാൻ വിളിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇതിന് വിളിക്കും നമ്മൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അല്ലേ. സോ ഇതിനെ ചോദിച്ചു, അപ്പോൾ ആ ക്ലിയർ മനസ്സിലായി. ഇനി ഇത് ഞങ്ങളോട് ചോദിച്ചു മീസോ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ബേസിക്കലി ഈ പോർഷൻ ഇതാണ് നമ്മളെ മീസോ കോമ്പൗണ്ട് അല്ലേ.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ഇതിനെന്തത് ഇത് റീഅറേഞ്ച് ചെയ്തു ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തു, മൈനസും പ്ലസും ഇട്ട് ആഡ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഇനാൻഷ്യോമറിക് പെയർ വെച്ച് നിങ്ങൾക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ 2. നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവിന്റെ പാർട്ട് ഇതായിരുന്നു. നമ്മളെ ദിസ് പാർട്ട് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവിന്റെ പാർട്ട് ആയിരുന്നു. അതിന് 2 കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇനാൻഷ്യോമറിക് പെയർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഈ എക്സാമ്പിൾ നോക്കും മക്കളെ. എക്സാമ്പിൾ നമുക്ക് ബേസിക്കലി ഇറ്റ്സ് എന്താ ഈ മോളിക്യൂളിന് സെൻട്രലിലൂടെ വെച്ചാൽ നിങ്ങൾക്ക് എന്താ പ്ലെയിനോ സിമെട്രി ഉണ്ട്. സോ പ്ലെയിനോ സിമെട്രി ഉണ്ട്. സോ ഇറ്റ്സ് എ സിമെട്രിക്കൽ കോമ്പൗണ്ട്. ഇനി ഇതിൽ കൈറാൽ സെന്റർ കണ്ടെത്തണല്ലോ, അതല്ല നമ്മുടെ അടുത്ത ജോലി അല്ലേ. ഇവിടെ നോക്ക്, ദിസ് ഇസ് 1 കൈറാൽ സെന്റർ, ദിസ് ഓൾസോ 1 കൈറാൽ സെന്റർ, 2 കൈറാൽ സെന്റർ കിട്ടി. ഈ സെന്ററിലുള്ള സെന്റർ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്താണ് കൈറാൽ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതിന് ബേസിക്കലി നോക്കൂ, ഇത് കൈറാൽ സെന്റർ അല്ല, നോക്കൂ ഡിഫറെന്റ് ആറ്റം 4 ആറ്റമായിട്ട് അറ്റാച്ച്ഡ് അല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിനെ കാൽക്കുലേഷൻ നമ്മൾ ഇതിനെ കൈറൽ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിനെ വിളിക്കും നമ്മൾ സീഡോ കൈറൽ സെന്റർ അല്ലേ. സീഡോ കൈറൽ സെന്റർ വേറെ പ്ലെയിനോ സിമെട്രി പാസ് ചെയ്യേണ്ട ആ സെന്റർ അല്ലേ, ആ സെന്റർ നമുക്ക് ബേസിക്കലി സീഡോ കൈറൽ സെന്റർ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൈറൽ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം ഫോർ കാൽക്കുലേറ്റ് നമ്മൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ അല്ലേ. സോ എന്നിന്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? ഇപ്പോൾ 3 വരും. ഇനി നോക്കൂ, നിങ്ങൾ നമുക്കറിയാം ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിനോട് ചോദിച്ചു, TSI ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്ലസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആർ 2n-1, 2n-/2 പ്ലസ് 2n-2. അതായത് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് പാർട്ട് ഇതായിരുന്നു. നമ്മൾ എന്താ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് മീൻസോ ഇക്വേഷനിലൂടെ 2^3-1 minus 2^3-2 plus 3^3-2. So we'll get 2^2. Then we'll get 2^1 plus 2^1. Okay, so basically this will cancel, we get 4 stereo isomers കിട്ടും നമുക്ക്, ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസ്. ഈ സെക്കൻഡ് ആയിട്ട് നമ്മളോട് ചോദിച്ചതിൽ എന്താ ചോദിച്ചു? മീസോ കോമ്പൗണ്ട് ചോദിച്ചില്ല. മീസോ അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ചോദിച്ചാൽ എന്താ? ഈ ഒരു പോർഷൻ, ദിസ് പോർഷൻ ഈസ് ദ മീസോ ഓർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോഴ്സ് അല്ലേ. ദാറ്റ് മീൻസ് 2^n-1/2. That means nothing but 2^3-1/2. That means 2^2/2. That means 2^1 means nothing but നിങ്ങൾക്ക് 2 അല്ലേ. 2 മീസോ കോമ്പൗണ്ട്സ് എടുക്കുക. 2 മീസോ കോമ്പൗണ്ട്സ് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളോട് ഇനാൻഷ്യോമറിക് പെയർ അയച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇനാൻഷ്യോമറിക് പെയർ nothing but എന്താ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ഡിവൈഡ് ബൈ 2 അല്ലേ. ഒപ്റ്റിക്കലി ആക്റ്റീവ് കേസിന് എന്തായിരുന്നു? 2^n-1 then 2^n-2 അല്ലേ. So 2 into 3-1, 2 into 3-1/2. That means 2^2, then 2^2/2. That means 4 minus 2^1. That means 4 minus 2. That means 2 നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇനാൻഷ്യോമറിക് പെയർസ് കിട്ടും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, സിമെട്രിക്കൽ മോളിക്യൂൾ. ഇവിടെ നിന്ന് പ്ലെയിനോ സിമെട്രി ഉണ്ട്, സിമെട്രിക് മോളിക്യൂൾ ആണ്. സോ എന്തായിരിക്കും? പ്ലെയിനോ സിമെട്രി ഉണ്ടായതിനാൽ ഇനി കൈറൽ സെന്റർ നോക്കും. ദിസ് ഇസ് 1 കൈറൽ സെന്റർ, ദിസ് ഇസ് അനദർ കൈറൽ, 2 കൈറൽ സെന്റർ ഉണ്ട്. ആൻഡ് ദിസ് കൈറൽസ്, ഈ സെന്റർ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൈറൽ സീഡോ കൈറൽ സെന്റർ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേഷനിൽ ഇൻവോൾവ് ചെയ്യണം. ഇതെന്താ? സീഡോ കൈറൽ സെന്റർ ആണ് അല്ലേ. സോ എന്നിന്റെ വാല്യൂ 3 കിട്ടി. നിങ്ങളോട് ഇതിൽ ചോദിക്കുന്ന ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താണ്? ഒപ്റ്റിക്കൽ ആക്റ്റീവ് പ്ലസ് ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ്. ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസ് എന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് ഉണ്ടാവും, ഇനാക്റ്റീവ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് 2^n-1, 2^n-2 പ്ലസ് അതായത് നമ്മൾ ഒപ്റ്റിക്കൽ ആക്റ്റീവിൻ്റെ പാർട്ട്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവിൻ്റെ പാർട്ട് എന്തായിരിക്കും? 2 മീൻസ് മീസോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇനാക്റ്റീവിൻ്റെ പാർട്ട് ഇതായിരുന്നു അല്ലേ. സോ ഈ ഇക്വേഷനിലിടൂ 2^3-1 അല്ലേ. 2^3-1/2, 2^3-1/2. സോ നമുക്ക് കിട്ടുന്നത് 2^2, 2^1, 2^1. So basically we'll get 4 എന്നൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഇഫ് ഐ പാസ് എ പ്ലെയിൻ ത്രൂ ദീസ്, ഈ മോളിക്യൂൾ എന്തുണ്ട്? പ്ലെയിനോ സിമെട്രി ഉണ്ട് അല്ലേ. എത്ര കൈറാൽ സെന്റർ ഉണ്ട് മോളിക്യൂൾ? പ്ലെയിനോ സിമെട്രിനെ സൂചിച്ച സിമെട്രിക്കൽ മോളിക്യൂൾ. കൈറാൽ സെന്റർ നോക്കൂ, ദിസ് 1 കൈറാൽ സെന്റർ, ദിസ് ഈസ് അനദർ 1, ദിസ് ഈസ് 4 കൈറാൽ സെന്റർ ഓൾറെഡി ഉണ്ട്. ദിസ് സെന്റർ നമ്മൾ വിളിച്ചു സീഡോ കൈറാൽ സെന്റർ അല്ലേ, സീഡോ കൈറാൽ സെന്റർ. സോ ബേസിക്കലി ഇവിടെ എന്നിൻ്റെ സീഡോ കൈറാലിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ആൻഡ് എന്നിൻ്റെ വാല്യൂ അപ്പോൾ എന്താ? 5 വന്നു, ഓഡ് വന്നു. നിങ്ങളോട് ചോദിച്ചാൽ എന്താ? ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്ലസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ദാറ്റ് മീൻസ് 2^n-1, 2^n-2 പ്ലസ് 2^n-2. ദാറ്റ് മീൻസ് 2^5-1, 2^5-1/2 പ്ലസ് 2^5-1/2. ദാറ്റ് മീൻസ് 2^4 അല്ലേ. 2^4 മൈനസ് മീൻസ് 2^2. 2^2. ദാറ്റ് മീൻസ് സിമ്പിളി നിങ്ങൾക്ക് ഇതും ക്യാൻസൽ ആയിപ്പോൾ 2^4. 16 ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം കിട്ടും. അതിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഉണ്ടായിരിക്കും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവും ഉണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇതിൽ നിങ്ങളോട് ചോദിച്ചുള്ളത് ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം സ്പൈറോ കോമ്പൗണ്ടിൽ ഈവൻ നമ്പർ ഓഫ് സ്പൈറോ അല്ല റിംഗ് വരികയാണെങ്കിൽ എന്തായിരിക്കും? ടെർമിനൽ 2 ഡിഫറെൻറ്റ് ആറ്റം അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും അല്ലേ. സോ ദാറ്റ് മീൻസ് ഈ ഒരു പാർട്ടിനെ മൊത്തമായിട്ട് നമുക്കറിയാം ബിക്കോസ് ഓഫ് കൈറൽ ആക്സിസ് പ്രകാരമാണ് എന്ത് മോളിക്യൂൾ എന്ന് സ്റ്റേബിൾ. സോ ഇത് നമ്മൾ എന്ത് ഇതിനെ ഒരു N ആയിട്ട് കൺസിഡർ ചെയ്യാം, N1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന് ഡബിൾ ബോണ്ട് നോക്കൂ, ഇതെന്താ? ജിയോമെട്രിക് ഐസോമറിസം കാണിക്കുക. ഈ ഡബിൾ ബോണ്ട് എന്താ? ബേസിക്കലി ജിയോമെട്രിക് ഐസോമറിസം കാണിക്കില്ല. കാരണം നോക്കൂ, 2 ഹൈഡ്രജൻ ആണ് ട്രൈമലുള്ളത്. ജിയോമെട്രിക് ഐസോമറിസം മീൻസ് നത്തിങ് സിസ് ആൻഡ് ട്രാൻസ് അല്ലേ. അപ്പോൾ എന്താ? ജിയോമെട്രിക് ഐസോമറിസം ഇവിടെ പോസിബിൾ അല്ല. ഒള്ളി എന്തായിരിക്കും? ഈ N=1 ബിക്കോസ് സ്പൈറോ കോമ്പൗണ്ട് ഈവൻ നമ്പർ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 2^n ഉപയോഗിക്കണം അല്ലേ. അൺസിമെട്രിക്കൽ കോമ്പൗണ്ട് അത്.
അൺസിമെട്രിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അൺസിമെട്രിക്കൽ കോമ്പൗണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമർസിഫിക്കേഷൻ എന്താ 2:1. ദാറ്റ് മീൻസ് 2:1. ദാറ്റ് മീൻസ് 2 ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. 2 ആയിരിക്കും നിങ്ങൾ ആൻസർ കിട്ടുക. മക്കളെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. അഗൈൻ ടോട്ടൽ സ്റ്റീരിയോ ഐസോമറിസം ചോദിച്ചു. ഈ ബൈഫിനൽ സിസ്റ്റത്തിന് നമുക്കറിയാം ഈവൻ നമ്പർ ഓഫ് ബൈഫിനൽ സിസ്റ്റം എന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സോ ഈ മൊത്തം ബിക്കോസ് ഓഫ് കൈറൽ ആക്സിസ് ഇതിന് നമ്മൾ n = 1 വിളിച്ചു അല്ലേ. ഇതിന്റെ കൈറൽ ആക്സിസ് അല്ലേ. അത് നോക്കൂ, ദിസ് ഈസ് 1 സ്റ്റീരിയോ സെന്റർ, ദിസ് ഓൾസോ അനദർ സ്റ്റീരിയോ സെന്റർ അല്ലേ. ദാറ്റ് മീൻസ് കൈറൽ സെന്റർ. സോ ഇവിടെ എന്താ, ഇവിടുന്ന് രണ്ടും നമുക്ക് എന്ത് കിട്ടി, n2 കിട്ടി. അതെന്താ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്, അൺസിമെട്രിക്കൽ ആണ്. ആൻഡ് എന്നിൻ്റെ ഇപ്പോൾ വാല്യൂ ടോട്ടൽ എൻ്റെ വാല്യൂ എന്തായി, ടോട്ടൽ എത്രയും മാറി n+2 അല്ലേ. ഇവിടെ നിന്നുള്ള കൈറൽ ആക്സിസിൻ്റെ 1ഉം പിന്നെ കൈറൽ സെൻറ്ററിൻ്റെ 2ഉം. സോ 3 കിട്ടി അല്ലേ. ടോട്ടൽ സ്റ്റീരിയോ ഐസോമേഴ്സ് നമുക്ക് അൺസിമെട്രിക്കൽ 2:n, ദാറ്റ് ഈസ് 2:3 മീൻസ് 8 സ്റ്റീരിയോ ഐസോമേഴ്സ് നിങ്ങൾക്ക് എന്താ പറയുക പോസിബിൾ ആണ്, ടോട്ടൽ സ്റ്റീരിയോ ഐസോമേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, എത്ര ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് അല്ലേ. നോക്കൂ, ഇതൊരു കൈറൽ സെൻറ്റർ ആണ്, ദിസ് കൈറൽ സെൻറ്റർ ആണ്. സോ ഡ്യൂ ടു കൈറൽ സെൻറ്റർ നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ 2 കിട്ടി. അത് മൊത്തമായിട്ട് ഇതെന്താ ബൈഫിനൽ സിസ്റ്റം ആണ്. ബൈഫിനൽ സിസ്റ്റത്തിൽ നമുക്കറിയാം ഈവൻ നമ്പർ ഓഫ് ബൈഫിനൽ സിസ്റ്റം എന്തായിരിക്കും, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. സോ ബിക്കോസ് ഓഫ് കൈറൽ ആക്സിസ്. അപ്പോൾ ഇത് മൊത്തമായിട്ടുള്ള കൈറൽ ആക്സിസ് എത്ര, n = 1. സോ ടോട്ടൽ എവിടുന്ന് n = 2 കിട്ടി, കൈറൽ സെൻറ്റർ ആക്സിസ് പ്രകാരം നമുക്ക് എന്ത് കിട്ടി, n = 1 ഇവിടെ നിന്ന് കിട്ടി. സോ ടോട്ടൽ ടോട്ടൽ എന്തായിരിക്കും, n ടോട്ടൽ 1 + 2 ദാറ്റ് മീൻസ് 3 ആയിരിക്കും. ടോട്ടൽ സ്റ്റീരിയോ ഐസോമർ ചോദിച്ചു കഴിഞ്ഞാൽ 2:n ദാറ്റ് മീൻസ് 2:3 ദാറ്റ് മീൻസ് 8 സ്റ്റീരിയോ ഐസോമേഴ്സ് നിങ്ങൾക്ക് എന്ത് ഇവിടെ നിന്ന് കിട്ടും, ടോട്ടൽ സ്റ്റീരിയോ ഐസോമേഴ്സ്. അതിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഉണ്ടായിരിക്കാം, ഇനാക്റ്റീവ് ഉണ്ടായിരിക്കാം. ബട്ട് ഇത് അൺസിമെട്രിക്കൽ ആയതിനാൽ നമുക്ക് എല്ലാ പ്രോഡക്റ്റും എന്തായിരിക്കും, എല്ലാ സ്റ്റീരിയോ ഐസോമറും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ദ നമ്പർ ഓഫ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് സ്റ്റീരിയോ ഐസോമർ പോസിബിൾ അല്ലേ. നമ്പർ ഓഫ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് മീൻസ് എന്താ, മീസോ കോമ്പൗണ്ട് എത്ര എന്ന് ചോദിച്ചുള്ളത്. ഓക്കെ, സോ നോക്കൂ, ഇത് നമുക്കറിയാം മോളിക്യൂൾ കണ്ടാൽ തന്നെ നമുക്കറിയാം. നോക്കൂ, വി ഹാവ് സിമെട്രിക്കൽ മോളിക്യൂൾ. ഇതിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇത് സിമെട്രിക്കൽ ആണല്ലേ, അതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. So this is one chiral center, this is also one chiral center, and this chiral center basically എന്താ, pseudo chiral center അല്ലേ. സോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ എന്നിൻ്റെ വാല്യൂ ദിസ് ഈസ് 1, ദിസ് ഈസ് അഗൈൻ 1, സോ 2 ആയി. പിന്നെ സീഡോ കൈറൽ സെൻറ്റർ എന്നുള്ള സോ എന്നിൻ്റെ വാല്യൂ ടോട്ടൽ 3 ടോട്ടൽ 3 കിട്ടി. സോ എന്നിൻ്റെ വാല്യൂ ഓഡ് നമ്പറായി. ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, സിമെട്രിക്കൽ കേസിൽ നമുക്കറിയാം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അല്ലെ മീസോ കാണാൻ ലൊക്കേഷൻ എന്തായിരുന്നു, 2:n/2 അല്ല, 2:n-2 ദാറ്റ് മീൻസ് 2:3 - 2 that means 2:2/2 that means 2:1 that means 2 is the correct answer. 2 ആയിരിക്കും നിങ്ങളെ കറക്റ്റ് ആൻസർ അല്ലേ. സിമെട്രിക്കൽ ഓഡ് നമ്പർ n വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ആയിരുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്.